സൂറത്ത് നിസായിലെ 43-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വിശദീകരിച്ചത്. ആ വാക്യത്തിൽ കുറേ കർമ്മശാസ്ത്ര വിധികളാണ് വിവരിച്ചിട്ടുള്ളത്. അതിൻ്റെ വ്യാഖ്യാനങ്ങളിലാകട്ടെ പേജുകളോളം എഴുതി തള്ളിയിരിക്കുകയാണ് മുഫസ്സിറുകൾ. കാരണം അതിൽ പറഞ്ഞ നിസ്സാരമായ 2-3 കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതകളെക്കുറിച്ച് വിവരിക്കണമെങ്കിൽ തന്നെ അനേകം പേജുകൾ ആവശ്യമാണ്. അഭിപ്രായ ഭിന്നതകളെക്കുറിച്ചുള്ള തമാശകൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പറഞ്ഞിട്ടും തീർന്നിട്ടില്ല. 2 ചെറിയ ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പെണ്ണുങ്ങളെ തൊട്ടാൽ ഉളു മുറിയുമോ എന്നതായിരുന്നു അതിൽ ഒരു തർക്ക വിഷയം. അതിൽ ഏത് പെണ്ണിനെ തൊട്ടാൽ, എങ്ങനെ തൊട്ടാൽ, എവിടെ തൊട്ടാൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് തർക്കം. ഇനി തൊടുക എന്നതുകൊണ്ട് ഖുർആനിൽ ഉദ്ദേശിച്ചത് ലൈംഗിക ബന്ധമാണോ അതോ വെറും സ്പർശനമാണോ എന്ന കാര്യത്തിലും ഒക്കെ തർക്കമാണ്. ആ തർക്കത്തിൽ ചില ആളുകൾ തൊട്ടാൽ ഒതു മുറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്രം വിധിക്കുന്ന നമ്മുടെ സുന്നി പണ്ഡിതന്മാരൊക്കെ അതിനെതിരാണ്. അവർ പറയുന്നത് ഒരു പെണ്ണിനെ തൊട്ടാൽ മതി ഊതു മുറിയും എന്നാണ്. ഇനി ഞാൻ കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരുടെ സുന്നി തഫ്സീറിൽ CN അഹമ്മദ് മൗലവിക്ക് മറുപടിയായിട്ട് അദ്ദേഹം എഴുതിയ ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം. ഈ പദത്തിൻ്റെ അർത്ഥം ഇത്രയൊക്കെ സ്പഷ്ടമായിരുന്നിട്ടും ഈ ഖുർആൻ വാക്യത്തെ അടിസ്ഥാനമാക്കി സ്ത്രീയെ തൊട്ടാൽ ഊതുമുറിയും എന്ന് വാദിക്കുന്നത് വളരെ ദുർബലമായ ഒരു വാദമാണ് എന്ന് CN അഹമ്മദ് മൗലവി എഴുതിയത് വളരെ ദുർബലമായ ഒരു വാദം തന്നെയാണ്. എന്നാൽ ഈ വാദഗതിക്കാർ പൊക്കിപ്പിടിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോൾ നബി രാത്രി നമസ്കരിക്കവേ അവർ നബിയുടെ മുമ്പിലേക്ക് കാല് നീട്ടുമായിരുന്നു. സുജൂദിലേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് അവരുടെ കാല് തൊടും. അപ്പോഴവർ കാൽ ചുരുക്കുകയും ചെയ്യും. ഇത് ബീവി തന്നെ പ്രസ്താവിച്ചതാണ്. ഈ തെളിവ് മുമ്പിൽ വെച്ച് സ്ത്രീയെ തൊട്ടാൽ ഉതുമുറിയില്ല എന്നാണ് ഉൽപ്പതിഷ്ണുക്കളുടെ വാദം. എന്നാൽ ഈ പ്രസ്താവം സ്ത്രീയെ തൊട്ടാൽ ഉതുമുറിയുകയില്ല എന്നതിന് തെളിവാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ നബിയുടെയും ബീവിയുടെയും തൊലി തമ്മിൽ തൊട്ടെന്ന് ഹദീസിൽ നിന്ന് വ്യക്തമല്ല. അവരുടെ കാലിന്മേൽ വസ്ത്രം ഉണ്ടായിരിക്കാനും അതിൻ്റെ മുകളിൽ നബി തൊട്ടതായിരിക്കാനും അവകാശമുണ്ട്. നബി ഉദു എടുത്ത ശേഷം ഭാര്യമാരിൽ ഒരാളെ ചുംബിച്ചു എന്നിട്ട് നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസും മേൽപ്പറഞ്ഞ കക്ഷി തെളിവിന് വേണ്ടി പൊക്കിപ്പിടിക്കാറുണ്ട്. പക്ഷേ ആ ഹദീസിൻ്റെ പരമ്പര ശുദ്ധമല്ല. സ്ത്രീകളെ തൊട്ടാലോ അത് മുറിയുമോ മുറിയില്ലേ എന്ന കാര്യത്തിൽ തർക്കം വരാനുള്ള കാരണമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നബി സ്ത്രീകളെ ഉമ്മ വെച്ചിട്ട് നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. നബി നിസ്കരിക്കുമ്പോൾ ആയിഷ സുജൂദിൻ്റെ മുമ്പ് കാലിങ്ങനെ നീട്ടും. അപ്പോൾ നബി കാല് തട്ടി മാറ്റിയിട്ട് സുജൂദ് ചെയ്യും. പിന്നെ അടുത്ത സുജൂദിനോട് പിന്നെയും കാല് നീട്ടും. അപ്പോഴും നബി കാല് തട്ടി മാറ്റും എന്നൊക്കെ പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. അപ്പോൾ നിസ്കരിക്കുമ്പോൾ സുജൂദിലായിരിക്കുമ്പോൾ ആയിഷയുമായിട്ട് കളിക്കലായിരുന്നു നബിക്ക് പണി. ആ കളിയിൽ ആയിഷയെ തൊടാറും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹദീസിലുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒതു മുറിയുക പെണ്ണിനെ തൊട്ടാൽ എന്നാണ് ഉൽപ്പതിഷ്ണുക്കൾ ചോദിക്കുന്നത്. ഉൽപ്പതിഷ്ണുക്കൾക്ക് വെറുതെ തൊട്ടാലൊന്നും പോരാ. അവർക്ക് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടാൽ മാത്രമേ ഈ ഉതുമുറിയുള്ളൂ. എന്നാൽ കർമ്മശാസ്ത്രം വിധിക്കാൻ വേണ്ടി ഹദീസുകൾ പരതുന്ന പണ്ഡിതന്മാർക്കാകട്ടെ ഹദീസുകൾ കണ്ട് അന്തം വിട്ട് നിൽക്കാനേ കഴിയുള്ളൂ. കാരണം തൊട്ടാൽ മുറിയും എന്ന് പറയുന്ന ഹദീസുണ്ട് നബി പറഞ്ഞതായിട്ട്. എന്നാൽ നബി ഇങ്ങനെ ഭാര്യമാരെ കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ കൊടുത്തിട്ടും ആയിഷേൻ്റെ കാലുമ നുള്ളിയിട്ടും തോണ്ടിയിട്ടും ഒക്കെ ആയിരുന്നു നിസ്കരിച്ചിരുന്നത് എന്ന് പറയുന്ന ഹദീസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എന്താണ് തീരുമാനമെടുക്കുക? നിവൃത്തിയില്ല. എന്നിട്ടിരുന്ന് തർക്കിക്കുകയാണ്. ലോകാവസാനം വരെ തർക്കിച്ചാലും പെണ്ണിനെ തൊട്ടാൽ മുറിയില്ല എന്നുള്ള പ്രശ്നം തീരാൻ പോകുന്നില്ല. ആ കോലത്തിലാണ് അള്ളാഹ് ആയത്തിറക്കിപ്പോയിട്ടുള്ളത്, നബി ഹദീസ് ഇറക്കിപ്പോയിട്ടുള്ളത്. ഈ മറ്റൊരു കോമഡി കാണിച്ചു തരാം. പിന്നെ അടുത്ത പ്രശ്നം ഇതിനകത്ത് തേമം ചെയ്യുക എന്നുള്ളതാണ്. മണ്ണ് കൊണ്ട് ഉതുണ്ടാക്കുക. ഇവിടെ ആയത്തിൽ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണ് ഉപയോഗിച്ചോളി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മണ്ണുകൊണ്ട് എന്ത് ചെയ്യണം എന്ന ആയത്തിൽ പറഞ്ഞിട്ടില്ല. മണ്ണുകൊണ്ട് എന്ത് ചെയ്യണം എന്ന കാര്യത്തിലും ഇതേപോലെ തർക്കമാണ്. കാരണം നബി ഒരു കാര്യത്തിനും വ്യക്തമായിട്ട് വൈരുദ്ധ്യമില്ലാതെ വിശദീകരിച്ചു കൊടുത്തിട്ടില്ല, കാണിച്ചു കൊടുത്തിട്ടില്ല. നബി ചില സമയത്ത് മണ്ണിൽ വെറുതെ കൈ ഇങ്ങനെ ഒപ്പിയിട്ടേ ഉള്ളൂ. വേറെ ചില സമയത്ത് മണ്ണെടുത്തിട്ട് മുഖവും കൈയും തടവിയിട്ടുണ്ട്. വേറെ ചില സമയത്ത് മണ്ണുകൊണ്ട് ശരീരത്തിൻ്റെ കുറേ ഭാഗം തേച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലേതാണ് നമ്മൾ കർമ്മശാസ്ത്ര വിധിയായിട്ട് എടുക്കുക എന്നുള്ളത് പണ്ഡിതന്മാർക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുന്നില്ല. അമാനി മൗലവി ഈ തയമം ചെയ്യുന്നതിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് നോക്കാം.
ഇനി നമുക്ക് തയമ്മുമിനെ പറ്റി ശ്രദ്ധിക്കാം. തയമ്മും എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം കരുതി ചെല്ലുക, ഉദ്ദേശിക്കുക, അന്വേഷിക്കുക എന്നൊക്കെയാണ്. താഴെ പറയുന്ന വിധം മണ്ണുകൊണ്ട് കൈയും മുഖവും തടവുന്നതിനാണ് മതത്തിൽ സാങ്കേതികമായി തയമ്മും എന്ന് പറഞ്ഞു വരുന്നത്. മേൽ വിവരിച്ച ഏതെങ്കിലും സന്ദർഭം നേരിടുമ്പോൾ നിങ്ങൾ ശുദ്ധ ഭൂമുഖത്തെ കരുതിക്കൊള്ളുക എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഈ പേർ അതിന് സിദ്ധിച്ചത്. സയ്യിദ് എന്ന പദത്തിന് ഭൂമിയുടെ ഉപരിതലം, ഭൂമുഖത്തുള്ളത്, ഭൂമിയിൽ പൊന്തിക്കാണുന്നത്, മണ്ണ്, ഖബറ്, നിരപ്പായ സ്ഥലം എന്നൊക്കെയാണ് നിഘണ്ടുക്കളിൽ അർത്ഥം കാണുന്നത്. ഈ പദത്തിൻ്റെ അർത്ഥത്തെ ആസ്പദമാക്കി തയമ്മുമിന് ഏതെല്ലാം വസ്തുക്കളെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. അത് കേവലം സ്വാഭാവികവുമാണ്. അപ്പോൾ ഖുർആനിലിവിടെ ഭൂമിയുടെ ഉപരിതലം എന്ന അർത്ഥമുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് മണ്ണ് എന്നോ പൊടിയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് തയമ്മും ചെയ്യാം എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ തർക്കിക്കുകയാണ്. മണ്ണ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഇമാം ഷാഫി, ഇമാം അഹമ്മദ് മുതലായവരും, മണ്ണും മണ്ണോട് ബന്ധപ്പെടുന്ന മണല്, കൽച്ചുണ്ണാമ്പ് മുതലായവയും ഉപയോഗിക്കാമെന്ന് ഇമാം അബു ഹനീഫ മുതലായവരും, അവയും അവയ്ക്ക് പുറമെ സസ്യങ്ങളും പാറകളും അടക്കം ഭൂമുഖത്തുള്ള ഏത് വസ്തുക്കളും ആവാമെന്ന് ഇമാം മാലിക് മുതലായവരും മനസ്സിലാക്കിയിരിക്കുന്നു. ഹദീസുകൾ പരിശോധിച്ചാൽ ചിലപ്പോഴെല്ലാം സഈദ് എന്ന വാക്ക് തന്നെ ഹദീസുകളിൽ ഉപയോഗപ്പെട്ട് കാണാം. എങ്കിലും ചിലപ്പോൾ തുറാബ് എന്ന്, അതായത് മണ്ണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുമുണ്ട്. കണ്ടോ, മര്യാദക്ക് എന്താണ് ഇവിടെ ഖുർആനിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ചിലപ്പോൾ മണ്ണ് എന്ന് പറഞ്ഞിരിക്കണ്, ചിലപ്പോൾ കല്ല് എന്ന് പറഞ്ഞിരിക്കണ്, ചിലപ്പോൾ ഭൂമി എന്ന് പറഞ്ഞിരിക്കണ്, പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് തയമ്മം ചെയ്താൽ മതി. ഇനി എന്താണ് തയമ്മം ചെയ്യൽ, അതിന് വല്ല വ്യക്തതയുണ്ടോ? മുഖം മുഴുവനും തടവണമെന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല. കൈകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വുളുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുട്ടുവരെ കഴുകണമെന്ന് സൂറത്തുൽ മാഇദ 7 വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. തയമ്മുമിനെ പറ്റി വിവരിക്കുന്ന ചില ഹദീസുകൾ മുട്ടുവരെ നബി തടവിയതായി വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് മുട്ടുവരെ തടവൽ നിർബന്ധമാണ് എന്നാണ് ഒരഭിപ്രായം. കൈപ്പത്തി മാത്രം തടവിയാലും മതി എന്നാണ് മറ്റേ അഭിപ്രായം. കൈകൾ എന്ന വാക്ക് കൈപ്പത്തികളെ ഉദ്ദേശിച്ചുകൊണ്ട് മാഇദ 41 ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതും ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസും ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു. ഹദീസ് ഇതാണ്: ഒരു യാത്രയിൽ ഉമർ, അമ്മാർ എന്നിവർക്ക് ജനാബത്ത് ഏർപ്പെട്ടു. കുളിക്കുവാൻ വെള്ളമുണ്ടായിരുന്നില്ല. ഉമർ നമസ്കരിക്കാതിരുന്നു. അമ്മാർ മണ്ണിൽ പുരണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിവരം അറിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി കൈപ്പത്തി നിലത്തടിച്ചു. അതിൽ ഊതുകയും പിന്നീട് അതുകൊണ്ട് മുഖവും 2 കൈപ്പത്തികളും തടവുകയും ചെയ്തു. പല മാർഗങ്ങളിൽ കൂടി ബുഖാരി, മുസ്ലിം നിവേദനം ചെയ്തിട്ടുള്ള ഈ ഹദീസിൻ്റെ ചില റിവായത്തുകളിൽ നബി നിലത്ത് ഒരടി അടിച്ചു എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനാസ്പദമാക്കി മുഖത്തിനും കയ്യിനും കൂടി ഒരടി അടിച്ചാൽ മതിയാകുമെന്നും കൈപ്പത്തികൾ മാത്രം തടവിയാൽ മതി, മുട്ടുവരെ നിർബന്ധമില്ല എന്നും മനസ്സിലാക്കാമല്ലോ. പല മഹാന്മാരുടെയും അഭിപ്രായവും അതാണ്. കൈകൾ മുട്ടുവരെ തടവേണ്ടെന്നും മുഖത്തിനും കൈകൾക്കും പ്രത്യേകമായി 2 പ്രാവശ്യം മണ്ണിൽ അടിക്കേണ്ടതുണ്ടെന്നും മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. കൂടുതൽ വിവരത്തിന് ഹദീസ് ഗ്രന്ഥങ്ങളെയും ഫിഖ് ഗ്രന്ഥങ്ങളെയും ആശ്രയിക്കേണ്ടതാണ്. ആശ്രയിച്ചാലും പിടുത്തം കിട്ടില്ല. കാരണം അതിനകത്തും ഇങ്ങനെ കടന്ന് വിരകുന്നതും തർക്കിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഖുർആനിൽ മക്കയിലെ പായ്യാരം പറച്ചിൽ കഴിഞ്ഞ് മദീനയിൽ വന്നിട്ട് ചില ചട്ടങ്ങളും നിയമങ്ങളും പറയുന്ന ആയത്തുകളുടെ അവസ്ഥയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇതുപോലെ കുറേ കാര്യങ്ങളാണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം എന്താണ് എന്ന് കിതാബുകൾ മുഴുവൻ വായിച്ചു നോക്കിയാലും ഒരു മനുഷ്യനും മനസ്സിലാവില്ല. നബി ഈ കാര്യത്തിന് നൽകിയ വിശദീകരണം എന്താണ്, പ്രായോഗിക മാർഗം എന്താണ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നബി ഒരു സ്ഥലത്ത് അങ്ങനെ കാട്ടിയിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് ഇങ്ങനെ കാട്ടിയിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് വേറെ രൂപത്തിൽ കാട്ടിയിട്ടുണ്ട് എന്ന ഹദീസുകൾ അവിടെ കിടക്കുന്നു. അപ്പോൾ അതിലേതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് ഖിയാമത്ത് നാൾ വരെ ഇരുന്ന് ചർച്ച ചെയ്താലും അഭിപ്രായ വ്യത്യാസം തീരൂല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം ഇറക്കിപ്പോയത് ഇബ്ലീസാണോ ദൈവമാണോ എന്ന് ഇത് വെച്ചിട്ട് തന്നെ ചിന്തിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇതുവരെ എങ്ങനെയാണ് ഒന്നുണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് പള്ളിയിൽ കൂടെ പോകേണ്ടത്, എങ്ങനെയാണ് കുളിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഇനി പെട്ടെന്ന് പതിവ് പോലെ വിഷയം മാറിയിട്ട് ചാടുകയാണ്. എവിടേക്കാണ് ചാടുന്നത്? മക്കയിൽ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതും മദീനയിലെത്തിയ ഉടനെ കുറേ തവണ ആവർത്തിച്ചതുമായ പരദൂഷണം പറച്ചിലേക്ക് ചാടുകയാണ്. ഇനി ജൂതന്മാരെക്കുറിച്ച് പരദൂഷണം പറയുകയും അവരെ അധിക്ഷേപിക്കുകയും അവർക്ക് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന വാക്യങ്ങളിലേക്കാണ് ഇനി ചാടുന്നത്.
ഈ 44 മുതൽ ഏകദേശം ഒരു 57 വരെയുള്ള വാക്യങ്ങൾ ജൂതന്മാരെ ചീത്ത പറയാനും അവരെക്കുറിച്ച് പരദൂഷണം പറയാനും വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ ചിലതൊക്കെ നേരത്തെ നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, അതിൻ്റെ അതേപോലെയുള്ള ആവർത്തനങ്ങളാണ്. എന്തായാലും നമുക്ക് എല്ലാ വാക്യങ്ങളിലൂടെയും കടന്നു പോയേ ഒക്കൂ എന്നതുകൊണ്ട് ഞാൻ ഈ വാക്യങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാം. 44. ألم تر إلى الذين أوتوا نصيبا من الكتاب يشترون الضلالة ويريدون أن تضلوا السبيل. വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ കണ്ടില്ലേ? അവർ ദുർമാർഗം വിലക്ക് വാങ്ങുകയും നിങ്ങൾ വഴിതെറ്റിപ്പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ വേദഗ്രന്ഥത്തിൽ നിന്ന് കുറച്ച് ഭാഗം കിട്ടിയവർ എന്നും കുറച്ച് നൽകപ്പെട്ടവർ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അത് ജൂതന്മാരെക്കുറിച്ചാണ് എന്നാണ് വ്യാഖ്യാനം. എന്നാൽ ഖുർആൻ ഇതുവരെ ജൂതന്മാരെ എങ്ങനെയാണ് സംബോധന ചെയ്തിരുന്നത്? വേദക്കാർ എന്ന് സംബോധന ചെയ്യുമ്പോൾ വേദം പകുതി കിട്ടിയവർ, കുറച്ച് കിട്ടിയവർ എന്ന ആക്ഷേപമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ജൂതന്മാരെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് വാക്യങ്ങൾ ഈ ഖുർആനിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ അവർ നല്ല മനുഷ്യരാണെന്നും അവർക്ക് മോക്ഷം കിട്ടുമെന്നും അവർ ദുഃഖിക്കേണ്ടി വരില്ല എന്നും അവരുടെ വീട്ടിൽ പോയി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാമെന്നും അവരുടെ വീട്ടിൽ പോയി കല്യാണം കഴിക്കാമെന്നും വരെ പറയുന്ന ആയത്തുകൾ ഈ ഖുർആനിൽ നമ്മൾ ഇതിനു മുമ്പ് വായിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ മദീനയിൽ മുഹമ്മദിൻ്റെ പരിപ്പൊന്നും ജൂതന്മാരുടെ മുമ്പിൽ വേവുകയില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ജൂതന്മാരെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരായി പരിണമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സർവജ്ഞാനിയായ അള്ളാഹുവിന് നേരത്തെ ഇതൊന്നും അറിയില്ല. നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഇതേ പുസ്തകത്തിൽ ഇതേ ജൂതന്മാരെ പുകഴ്ത്തിക്കൊണ്ട് ആയത്തുകൾ ഇറക്കുമായിരുന്നില്ല. പുകഴ്ത്തിക്കൊണ്ട് ആയത്തുകൾ ഇറക്കുക മാത്രമല്ല, ഖുർആനിൽ അള്ളാഹു എന്ന ദൈവം ചെയ്ത വിഡ്ഢിത്തം. മക്കയിലുള്ള ആളുകൾ മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ, മുഹമ്മദിൻ്റെ വെളിപാടുകളെ ചോദ്യം ചെയ്തപ്പോൾ ഈ അള്ളാഹു മക്കയിലുള്ള ആളുകളോട് നിർദ്ദേശിച്ചത്, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ, മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിലും വെളിപാടിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ജൂതന്മാരെടുത്ത് പോയി ചോദിച്ചു നോക്കൂ എന്നാണ്. അപ്പം മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിന് സർട്ടിഫിക്കറ്റ് തേടി ജൂതന്മാരുടെ അടുത്തേക്ക് പോകാൻ നിർദ്ദേശിച്ച അതേ അള്ളാഹുവാണ് ഇപ്പോൾ ജൂതന്മാരെ വേദക്കാരെന്ന് വിളിച്ച് അവസാനം അവരെ വേദക്കാരെന്ന് പോലും വിളിക്കാതെ വേദത്തിൽ നിന്ന് ചില പൊട്ടും പൊടിയും കിട്ടിയവർ എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് ഇവിടെ ജൂതന്മാർക്കെതിരെ പരദൂഷണം പറഞ്ഞു തുടങ്ങുന്നത്. ഖുർആൻ എങ്ങനെയുള്ള പുസ്തകമാണ്? വൈരുദ്ധ്യങ്ങളില്ലാത്ത പുസ്തകം. വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ ഖുർആൻ ആരുടെ പുസ്തകമാണ്? അത് അള്ളാഹിൻ്റെ അല്ല. ഇത് അള്ളാഹിൻ്റെ അല്ല, ഇത് ചെകുത്താൻ്റെ ആണ് എന്ന് ഇതിനകം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വൈരുദ്ധ്യങ്ങളേ ഇതിനകത്തുള്ളൂ. കാരണം മുഹമ്മദിൻ്റെ 23 കൊല്ലത്തെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വായിൽ തോന്നിയത് അപ്പപ്പോൾ വിളിച്ചു പറയുകയും പറഞ്ഞതിന് നേരെ വിരുദ്ധമായി പിറ്റേന്ന് വിളിച്ചു പറയുകയും ചെയ്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ ഖുർആനിൽ വന്നത്. ഇത് ദൈവം മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു വേദഗ്രന്ഥമാണോ, അതോ മുഹമ്മദ് എന്ന മനുഷ്യൻ അയാളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്പപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞത് വാരിക്കൂട്ടി തുന്നിയുണ്ടാക്കിയ പുസ്തകമാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ അള്ളാഹുവിന് പുതിയ തിരിച്ചറിവുണ്ടാവുകയാണ്. മക്കയിലും മദീനയിലും വന്ന ഉടനെയും അള്ളാഹു ഈ ജൂതന്മാരെ പുകഴ്ത്തിക്കൊണ്ട് ആയത്തുകൾ ഇറക്കിയുന്ന അതേ അള്ളാഹുവിന് ഇപ്പോൾ ജൂതന്മാർ വേദഗ്രന്ഥമൊന്നും ശരിക്കും മനസ്സിലാക്കിയവരല്ല എന്നും വേദഗ്രന്ഥത്തിൽ അവർ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്നും അവർക്ക് കുറച്ചേ മനസ്സിലായിട്ടുള്ളൂ എന്നൊക്കെ അള്ളാഹ്ക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അള്ളാഹ്ക്ക് നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ അള്ളാഹു നേരത്തെ ഇവരെ പുകഴ്ത്തിക്കൊണ്ട് ഇവരുടെ അടുത്തേക്ക് സംശയം ചോദിക്കാൻ പറഞ്ഞയച്ചുകൊണ്ടും മണ്ടത്തരങ്ങൾ ചെയ്യുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സർവ്വജ്ഞാനമൊക്കെ വെറും പോഹയായിരുന്നു എന്ന് ഇവിടെ വ്യക്തമാണ്. ഇനി അടുത്ത വാക്യം 45. വല്ലാഹു അഅലമു ബിഅഅദാഇകും വകഫാ ബില്ലാഹി വലിയ്യൻ വകഫാ ബില്ലാഹി നസീറാ. അള്ളാഹു നിങ്ങളുടെ ശത്രുക്കളെപ്പറ്റി നന്നായി അറിയുന്നവനാകുന്നു. നിങ്ങൾക്ക് രക്ഷകനായി അള്ളാഹു മതി, സഹായിയും അള്ളാഹു തന്നെ മതി. ശത്രുക്കളെപ്പറ്റി അള്ളാഹു നന്നായി അറിയുന്നവനാകുന്നു. അള്ളാഹുവിന് ഒരു ചുക്കും അറിയുമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞത്. ഈ ജൂതന്മാർ എങ്ങനെയുള്ളവരാണെന്നും അവർ നാളെ മുഹമ്മദിനോട് എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്നും അവരെ മുഹമ്മദിന് ഈ മതത്തിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊന്നും ഒരു 2 മാസം മുമ്പ് പോലും അള്ളാഹുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല.
അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അള്ളാഹു ജൂതന്മാരെ വീട്ടിൽ പോയി കല്യാണം കഴിച്ചോളി, ജൂതന്മാരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോളി, ജൂതന്മാർ നല്ല മനുഷ്യന്മാരാണ്, ജൂതന്മാർ അവർക്ക് മോക്ഷം കിട്ടും, അവർ സ്വർഗത്തിൽ പോകും, അവർ നല്ലവരാണ് എന്നൊക്കെ പറഞ്ഞ ആയത്തുകൾ ഇറക്കിയത്. ജൂതന്മാരെ വീട്ടിൽ പോയി സംശയം ചോദിച്ചോളി നിങ്ങൾ, അപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് മക്കാരോട് പറഞ്ഞതൊക്കെ ഈ ജൂതന്മാർ നാളെ എന്താവാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് അള്ളാഹ്ക്ക് യാതൊരു പിടിപാടുമുണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. എന്നിട്ട് ആ അള്ളയാണ് ഇവിടെ വീമ്പ് പറയുന്നത്. എന്താ വീമ്പ് പറയുന്നത്? ശത്രുക്കളെ പറ്റി നന്നായി അറിയുന്നവനാകുന്നു, ഒരു ചുക്കും അറിയുന്നവനല്ല എന്ന് ഈ ഖുർആൻ തെളിയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് രക്ഷകനായി അല്ലാഹു മതി എന്ന് മുഹമ്മദ് ആരോടാണ് പറയുന്നത്? മദീനയിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട്. കാരണം ജൂതന്മാരുമായിട്ട് ഇനി കച്ചവടത്തിന് പോയാൽ ശരിയാവില്ല, ജൂതന്മാരെ നമുക്ക് കിട്ടില്ല, ജൂതന്മാരുമായി ഇനി സഹകരിച്ചാൽ സംഗതി നടക്കില്ല എന്ന് മുഹമ്മദിന് ബോധ്യമായി. അപ്പോൾ അള്ളാഹ്ക്കും ബോധ്യമായി. അപ്പോൾ മുഹമ്മദിൻ്റെ അള്ളാഹും കൂടി മുഹമ്മദിൻ്റെ അനുയായികളോട് പറയാണ്, ഇനി നിങ്ങൾക്ക് അവരുടെ സഹായമൊന്നും ആവശ്യമില്ല, ഇനി നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു മാത്രം മതി. ആരാണ് ഈ അള്ളാഹു? ഇനി മുഹമ്മദ് തീരുമാനിക്കും ജൂതന്മാരെ എന്ത് ചെയ്യണം എന്ന്. ആ ഭീഷണിയാണ് ഇവിടെ മുഴക്കുന്നത്. ജൂതന്മാരെ ഇനി എന്ത് ചെയ്യണം എന്ന കാര്യം മുഹമ്മദ് മനസ്സിൽ ഏതാണ്ടൊക്കെ തീരുമാനമാക്കി ഉറപ്പിച്ചിരുന്നു. അത് ഉറപ്പിച്ചതിന് ശേഷം ആ തീരുമാനത്തിനനുസരിച്ച് സ്വന്തം അനുയായികളെ ജൂതന്മാരിൽ നിന്ന് അകറ്റി അവരുടെ ശത്രുക്കളാക്കി അവരെ ആക്രമിക്കാൻ ഒരുക്കം കൂട്ടുന്നതാണ് ഈ വാക്യത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. ഈ വാക്യമൊക്കെ അവതരിച്ചത് ബനൂ ഖുറൈള സംഭവത്തിൻ്റെയൊക്കെ മുമ്പാണോ ശേഷമാണോ എന്നൊന്നും വ്യക്തമല്ല. കാരണം ഇതിൻ്റെ ഒന്നും ശരിയായ സബബുൻ നുസൂൽ ഇല്ല, ഇതിൻ്റെ ഒന്നും ക്രോണോളജിയും വ്യക്തമല്ല. അതുകൊണ്ട് ഇത് ഏത് സന്ദർഭത്തിൽ പറഞ്ഞതാണ് എന്നും വ്യക്തമല്ല. ഇതൊക്കെ മദീനയിൽ വന്ന ഉടനെ പറഞ്ഞ പയ്യാരങ്ങളുടെ ആവർത്തനം തന്നെ ആവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ജൂതന്മാരെ ആക്രമിക്കണം എന്ന് മനസ്സിൽ തീരുമാനിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇനി നിങ്ങൾക്ക് അള്ളാഹു മതി എന്ന ഈ ഭീഷണി മുഴക്കുന്നത്. ആരാണ് ഈ അള്ളാഹു? ഞാൻ തന്നെ. ഞാൻ തീരുമാനിക്കും ഇനി ജൂതന്മാരെ എന്ത് ചെയ്യണം എന്നുള്ളത്. അവരുടെ സഹായം ഇനി നമുക്ക് വേണ്ട. ഇതാണ് ഇതിൻ്റെ അർത്ഥം. 46 من الذين هادوا يحرفون الكلم عن مواضعه ويقولون سمعنا وعصينا واسمع غير مسمع وراعنا ليا بألسنتهم وطعنا في الدين ولو أنهم قالوا سمعنا وأطعنا واسمع وانظرنا لكان خيرا لهم وأقوم ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا. യഹൂദരിൽപ്പെട്ടവരത്രേ വാക്കുകളെ അവർ സ്ഥാനം തെറ്റിച്ച് പ്രയോഗിക്കുന്നു. തങ്ങളുടെ നാവുകൾ വളച്ചൊടിച്ചുകൊണ്ടും മതത്തെ കുത്തിപ്പറഞ്ഞുകൊണ്ടും സമിഇനാവ അസൈന എന്നും ഇസ്മ ഗൈറ മുസ്മ എന്നും റായിന എന്നും അവർ പറയുന്നു. സമിഇനാവ അത്തൈന ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും ഇസ്മ കേൾക്കണേ എന്നും ഉൻദുർന ഞങ്ങളെ ഗൗനിക്കണേ എന്നും അവർ പറഞ്ഞിരുന്നെങ്കിൽ അതവർക്ക് കൂടുതൽ ഉത്തമവും വക്രതയില്ലാത്തതും ആകുമായിരുന്നു. പക്ഷേ അള്ളാഹു അവരുടെ നിഷേധം കാരണമായി അവരെ ശപിച്ചിരിക്കുന്നു. അതിനാൽ അവർ വിശ്വസിക്കുകയില്ല, ചുരുക്കത്തിലല്ലാതെ. ഈ റായിന ഉൻദുർന എന്നൊക്കെ പറയുന്ന കഥ ഇതിനു മുമ്പ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അൽ-ബഖറ 104 വിശദീകരണം ഓർക്കുന്നുണ്ടാവും. അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. അതിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട് എന്ന് മാത്രം. അവിടെ റായിന ഉൻദുർന എന്ന കാര്യമാണ് പറഞ്ഞത്. എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? 2:104 ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്: ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ റായിന എന്ന് പറയരുത്, നിങ്ങൾ ഉൻദുർന എന്ന് പറയുകയും കേൾക്കുകയും ചെയ്യുവിൻ, അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. ഇതായിരുന്നു 2:104 വാചകം. അതിൻ്റെ വിശദീകരണം അന്ന് നമ്മൾ വായിച്ച് കേൾപ്പിച്ചതാണ്. ഇവിടെ റായിന എന്നത് ഒരാൾ കയറി വരുമ്പോൾ നമ്മൾ എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുമോ എന്ന അർത്ഥത്തിൽ അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അറബികൾ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് റായിന.
അപ്പോൾ നബിയെ കാണാൻ വരുന്ന ആളുകൾ വന്ന് കയറിയാൽ നബിയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് റായിന എന്ന് ബഹുമാനത്തോടെ പറഞ്ഞിരുന്നു. ഇത് കേട്ടിരുന്ന ജൂതന്മാർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കിയിട്ട് മുഖത്തോട് മുഖം നോക്കി ചിരിക്കുമായിരുന്നു. കാരണം ഹീബ്രു ഭാഷയിൽ, ജൂതന്മാരുടെ ഹീബ്രു ഭാഷയിൽ റായിന എന്ന് പറഞ്ഞാൽ ഉണ്ണാക്കൻ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മണ്ണുണ്ണി എന്നാണ് അർത്ഥം. അപ്പോൾ ആ അർത്ഥം ഹീബ്രു ഭാഷയിൽ ഈ വാക്കിലുള്ളത് കൊണ്ട് ജൂതന്മാർ ഇത് കേൾക്കുമ്പോൾ ചിരിക്കുകയും അവരും കൂട്ടത്തിൽ വന്നിട്ട് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് റായിന റായിന എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ മുഹമ്മദിൻ്റെ അള്ളാഹുവിനും ആദ്യം ഇത് പിടികിട്ടിയില്ല. സഅദ് ബിൻ ഉബാദയ്ക്ക് അറിയാമായിരുന്നു ജൂതന്മാരുടെ ഭാഷ. അപ്പോൾ സഅദ് ബിൻ ഉബാദ ഈ ചിരിയുടെ പൊരുളെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുഹമ്മദിനോട് വന്ന് മന്ത്രിച്ചു കൊടുത്തു. ഇതാണ് സംഭവം. ഈ റായിന റായിന എന്ന് പറഞ്ഞാൽ ഉണ്ണാക്ക അല്ലെങ്കിൽ ഇപ്പോൾ മണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം ഹീബ്രു ഭാഷയിൽ. അതാണ് അവർ ചിരിക്കുന്നത്. അപ്പോൾ അറബികളായ ആളുകളും അറബിയിൽ ബഹുമാനത്തോടു കൂടി റായിന എന്ന് വിളിച്ചിരുന്നത് ജൂതന്മാർക്ക് പരിഹസിക്കാനുള്ള ഒരു വകയാണ് എന്ന് അന്നേരമാണ് ആർക്ക് മനസ്സിലാവുന്നത്? അള്ളാഹുവിന് മനസ്സിലാവുന്നത്. അപ്പോൾ അള്ളാഹു തീരുമാനിച്ചു, എന്നാൽ ഇനി നിങ്ങൾ റായിന വിളിക്കണ്ട. മുഹമ്മദ് നബിയെ കാണാൻ വരുന്ന അറബികളായ വിശ്വാസികളോട് അള്ളാഹു പറയാണ്, ഇനി നിങ്ങൾ റായിന വിളിക്കണ്ട, ഇനി നിങ്ങൾ അതിന് പകരം ഉന്നൂറിന വിളിച്ചാൽ മതി. ഉന്നൂറിനാവുമ്പോൾ ദ്വയാർത്ഥം ഇല്ല. ഇതായിരുന്നു ഇതിൻ്റെ സന്ദർഭം. അതേ സംഭവം തന്നെയാണ് ഈ ആയത്തിലും ആവർത്തിക്കുന്നത്. ഈ ആയത്തിൽ റായിന മാത്രമല്ല, ഇവിടെ വേറെയും ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പശ്ചാത്തലം എന്താണ് എന്ന് അമാനി മൗലവി വിശദീകരിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യഹൂദികളെക്കുറിച്ചാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചുകൂട്ടി സന്മാർഗം കൈവെടിഞ്ഞ് ദുർമാർഗം സ്വീകരിച്ചതിനെ ഉദ്ദേശിച്ചാണ് അവർ ദുർമാർഗം വാങ്ങി എന്ന് പറയുന്നത്. സത്യവിശ്വാസികളുടെ കഠിന ശത്രുക്കളും അവർ വഴിവെച്ചു കാണുവാൻ വളരെ ആഗ്രഹമുള്ളവരുമാണ് അവർ. ഈ യാഥാർത്ഥ്യം അള്ളാഹുവിന് നന്നായി അറിയാം. ആകയാൽ സത്യവിശ്വാസികൾ ഒരിക്കലും അവരെ വിശ്വസിക്കുകയും അവരെ മിത്രങ്ങളും സഹായികരുമായി ഗണിക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസികളെ സഹായിക്കുവാനും രക്ഷിക്കുവാനും അള്ളാഹു തന്നെ ധാരാളം മതി എന്നൊക്കെ ആദ്യത്തെ വചനത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ്. അനന്തരം യഹൂദികളുടെ മനസ്ഥിതി എത്രത്തോളം കളങ്കം നിറഞ്ഞതും അവരുടെ സ്വഭാവം എത്ര കണ്ട് ദുഷിച്ചതുമാണെന്ന് കാണിക്കുന്ന അവരുടെ ചില സമ്പ്രദായങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അത് അവർ വാക്കുകളെ യഥാസ്ഥാനങ്ങളിൽ നിന്ന് തെറ്റിക്കുന്നു, അതായത് വേദഗ്രന്ഥത്തിലെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ചില വാക്കുകൾ മാറ്റി തൽസ്ഥാനത്ത് തങ്ങളുടെ ഇച്ഛയ്ക്ക് യോജിക്കുന്ന വേറെ ചില വാക്കുകൾ കുത്തിച്ചെലുത്തി പൊതുജനങ്ങളെ വഞ്ചിക്കുന്നു. ഇതിൻ്റെ കർത്താക്കൾ അവരിലുള്ള പണ്ഡിതന്മാരായിരിക്കും. ചിലപ്പോൾ നബിയിൽ നിന്നും കേൾക്കുന്ന വാക്കുകളെ മാറ്റിമറിക്കലും ദുർവ്യാഖ്യാനം ചെയ്യലും അവരുടെ പതിവായിരുന്നു. മറ്റൊരു സമ്പ്രദായം ഇതാണ്. പ്രത്യക്ഷത്തിൽ കേട്ടാൽ നല്ലതും വേണ്ടപ്പെട്ടതുമാണ് എന്ന് തോന്നിക്കുന്നതും യഥാർത്ഥത്തിൽ കപടവും കൗടില്യവും നിറഞ്ഞതുമായ ചില വാക്കുകൾ അവർ നബിയുടെ നേരെ പ്രയോഗിക്കും. ഇതിന് 3 ഉദാഹരണങ്ങളും അള്ളാഹു എടുത്തു കാട്ടുന്നു. ആ 3 ഉദാഹരണങ്ങളാണ് ഇനി വിശദീകരിക്കുന്നത്. ഈ ആയത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ. 1, സമീന വ അസൈന, ഞങ്ങൾ കേൾക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തിരിക്കുന്നു. കാതുകൊണ്ട് കേട്ടെങ്കിലും അനുസരിക്കാൻ തയ്യാറല്ല എന്നർത്ഥം. സത്യവിശ്വാസികളെ നബി വല്ലതും ഉപദേശിക്കുമ്പോൾ അവർ സമീന വ അതാഇന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയാറുള്ളതിൻ്റെ സ്ഥാനത്ത് അവർ ഇത് പറയുക ഒന്നുകിൽ സമീന എന്ന വാക്ക് ഉറക്കെയും അസൈന എതിര് പ്രവർത്തിച്ചു എന്ന വാക്ക് പതുക്കെയുമായിരിക്കും പറയുക. അല്ലെങ്കിൽ അതാഇന എന്നാണെന്ന് തോന്നിപ്പിക്കുമാർ നാവെന്ന് വളച്ചു തിരിച്ചായിരിക്കും അസൈന എന്ന് പറയുന്നത്. ഒരുപക്ഷെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് പോലെ നാവുകൊണ്ട് അനുസരണം കാണിക്കുമെങ്കിലും പ്രവൃത്തി മൂലം വിപരീതം കാണിക്കുമെന്ന അർത്ഥത്തിൽ അള്ളാഹു ഉദ്ധരിച്ചതായിരിക്കാം ആ വാക്ക് എന്നും വരാം. അള്ളാഹുവിനറിയാം. അപ്പോൾ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന് അനുയായികൾ പറഞ്ഞിരുന്ന ആ വാക്കിനെ അതാഇന എന്ന വാക്കിനെ അസൈന എന്ന് ചെറുതാക്കി ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ജൂതന്മാർ പതുക്കെ പറയുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങളിതൊക്കെ കേട്ടു, ഞങ്ങളെ ചെവി കൂടാണ്ട് പോയി എന്ന അർത്ഥത്തിൽ മുഹമ്മദിനെ മോക്ക് ചെയ്യാൻ വേണ്ടി, കളിയാക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഇനി 2, ഇസ്മ ഗൈറ മുസ്മഈൻ, പ്രശംസയ്ക്കും പരിഹാസത്തിനും കൊള്ളാവുന്ന 2 അർത്ഥങ്ങൾ ഈ വാക്കിന് വരാം. അതായത് കേൾക്കണം, കേൾക്കുവാൻ പറ്റാത്തതൊന്നും കേൾക്കുവാൻ ഇടവരാതിരിക്കട്ടെ എന്നിങ്ങനെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാരൂപത്തിലും
കേൾക്കുവാൻ സാധിക്കുമാറാകാതിരിക്കട്ടെ എന്നിങ്ങനെ തിന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ രൂപത്തിലും രണ്ടാമത്തെ ഉദ്ദേശ്യത്തിലാണ് ആ ശപിക്കപ്പെട്ടവർ നബിയോട് അത് പറയാറുള്ളത്. ഇതിൽ ഇസ്മ എന്ന വാക്ക് മാത്രം പറയുമ്പോൾ ഈ ദ്വയാർത്ഥം വരികയില്ല. അപ്പോൾ ദ്വയാർത്ഥ പ്രയോഗമുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദിനെ ഇവർ പരിഹസിച്ച് ചിരിച്ചിരുന്നു. ഇതൊക്കെ അറിയാവുന്ന സഅദ് ഇബ്നു ഉബാദയെ പോലെയുള്ള ആളുകൾ, ഹീബ്രു ഭാഷ അറിയുന്നവരും ജൂതന്മാരുടെ ഭാഷ അറിയുന്നവരും മുഹമ്മദിന് വന്ന് മന്ത്രിച്ചു കൊടുത്തപ്പോഴാണ് അള്ളാഹു കാര്യം മനസ്സിലാക്കുന്നത്. കാര്യം മനസ്സിലാക്കിയപ്പോൾ അള്ളാഹു സ്വന്തം അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അവർക്ക് വളച്ചിരിക്കാൻ പറ്റുന്ന ദ്വയാർത്ഥ പ്രയോഗത്തിന് പറ്റുന്ന വാക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ അതിന് പകരം വേറെ വാക്കുകൾ ഉപയോഗിക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ്. ഇനി ഇതിൽ മൂന്നാമത്തെ റായിന, ഞങ്ങളെ ഗൗനിക്കണം എന്ന്, വിഡ്ഢി എന്നും അർത്ഥം വരാവുന്ന വാക്കാണിത്. പ്രത്യക്ഷത്തിൽ മര്യാദ തോന്നിക്കുന്നതും യഥാർത്ഥത്തിൽ ദുരുദ്ദേശപൂർവവുമാണ് ഇതവർ പറയുക. ഇതിനെപ്പറ്റി 2:104 മുമ്പ് വിവരിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം സന്ദർഭമനുസരിച്ച് തന്ത്രപൂർവ്വം വളച്ചു തിരിച്ചും താളമൊപ്പിച്ചും തട്ടിവിടുകയാണ് അവർ ചെയ്യുക. നബിയെയും ഇസ്ലാമിനെയും പരിഹസിച്ച് സ്വയം തൃപ്തി അടയലാണ് അവരുടെ ലക്ഷ്യം. അതിനെപ്പറ്റിയാണ് അവരുടെ നാവുകളെ വളച്ചൊടിച്ചും മതത്തിൽ കുത്തിപ്പറഞ്ഞും കൊണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇതൊരു വേദഗ്രന്ഥമാണോ അതോ ഒരു പയ്യാരം പുസ്തകമാണോ? ഒരു ദൈവം മനുഷ്യരാശിക്കൊന്നാകെ ലോകാവസാനം വരെയുള്ള ജീവിതത്തിൻ്റെ ധാർമ്മികത എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവിടെ ആകാശത്ത് തയ്യാറാക്കി വെച്ച വേദഗ്രന്ഥമാണിത് എന്നാണ് അവകാശവാദം. അങ്ങനെ ഒരു പുസ്തകത്തിൽ ഈ മാതിരിയുള്ള പരദൂഷണം പറച്ചിലുകൾക്കും കുറ്റം പറച്ചിലുകൾക്കും എന്ത് പ്രസക്തിയാണുള്ളത്? മുഹമ്മദിന് അന്ന് ഏതെങ്കിലും ജൂതന്മാർ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മുഹമ്മദ് അവിടെ മറുപടി പറഞ്ഞാൽ പോരെ? ഇതൊക്കെ എന്തിനാണ് വേദഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നത്? ഇതിനൊക്കെ ലോകാവസാനം വരെ എന്ത് പ്രസക്തിയാണുള്ളത്? വേദഗ്രന്ഥം എന്നും പറഞ്ഞ് നമ്മൾ ഈ നീട്ടി വലിച്ച് ഓതുന്ന ഈ സാധനത്തിൻ്റെ നിലവാരം ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന ഒരു പ്രയോജനമല്ലാതെ ഈ സാധനം കൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഇതൊക്കെയാണോ ഒരു വേദഗ്രന്ഥം? നിങ്ങൾ ലോകത്ത് വേറെ ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ ഈ മാതിരി വൃത്തികേടുകൾ, ഈ മാതിരി പയ്യാരം പറച്ചിലുകളും കുറ്റം പറച്ചിലുകളും പരദൂഷണം പറച്ചിലുകളും കണ്ടിട്ടുണ്ടോ? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കുക, ഇതൊക്കെ ആര് പറഞ്ഞതാണ്? ഇതൊക്കെ എന്തിനു പറഞ്ഞതാണ്? ഇതിൻ്റെയൊക്കെ ഉറവിടം എന്താണ്? ഇതൊക്കെ ആകാശത്ത് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച വേദഗ്രന്ഥമാണോ? അതോ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്നു പെട്ടിട്ടുള്ള പ്രശ്നങ്ങളോട്, മുഹമ്മദിനെ പരിഹസിക്കാൻ വന്നവരോട്, മുഹമ്മദിനെ എതിർക്കാൻ വന്നവരോട്, മുഹമ്മദിനോട് വാദപ്രതിവാദത്തിന് വന്നവരോട് മുഹമ്മദ് അപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണോ? ഈ ഒരു ചോദ്യം ഒരു സാമാന്യ ബുദ്ധിക്ക് മുമ്പിൽ നിങ്ങൾ ചോദിച്ചാൽ ഈ ഖുർആൻ എവിടെ വെക്കേണ്ട സാധനമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അമാനി മൗലവി തുടരുന്നത് നോക്കുക. ഒന്നാമത്തെ വാക്കിൽ അസ്തൈന, ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചു എന്നതിൻ്റെ സ്ഥാനത്ത് അത്തൈന, അനുസരിച്ചു എന്നാക്കുകയും രണ്ടാമത്തേതിൽ ഗൈറു മുസ്മഈൻ എന്ന് പറയാതെ ഇസ്മ എന്ന് മാത്രം പറയുകയും മൂന്നാമത്തേതിന് പകരം ഉൻദുർന എന്നാക്കുകയുമായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് അവർക്ക് തന്നെ ഗുണമായി തീരുകയും നേർക്കുനേരെയുള്ള വാക്കായി തീരുകയും ചെയ്യുമായിരുന്നു. അത് സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണവും നബിയോടും സത്യമതത്തോടുമുള്ള ആദരവുമാണല്ലോ. പക്ഷേ ആ ദുഷ്ടരുണ്ടോ അതിന് തുനിയുന്നു. അവരുടെ സത്യനിഷേധത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും കാഠിന്യ നിമിത്തം അള്ളാഹുവിൻ്റെ ശാപകോപത്തിനു പാത്രമായവരാണല്ലോ അവർ. ആകയാൽ അവരെപ്പറ്റി അവർ സത്യവിശ്വാസം സ്വീകരിക്കണമെന്ന പ്രതീക്ഷയ്ക്ക് അവകാശമേയില്ല. ഏതോ അല്പം ചില വ്യക്തികളിൽ കവിഞ്ഞ ആരും അവരിൽ നിന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നയപൂർവ്വം ചിലരിൽ നിന്ന് സത്യവിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ മാത്രം കേൾക്കാം. അതിനപ്പുറം അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുകൂടി അള്ളാഹു അറിയിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന് ഇപ്പോഴാണ് മനസ്സിലായത്. അള്ളാഹുവിന് നേരത്തെ ഇതൊന്നും അറിയില്ലായിരുന്നു. നേരത്തെ അറിയുമായിരുന്നെങ്കിൽ അള്ളാഹു നേരത്തെ തന്നെ അത് പറഞ്ഞാൽ മതി. നേരത്തെ ഇവരെ പുകഴ്ത്തി ഇവർ വരാൻ പോവുകയാണെന്ന് വിചാരിച്ച് അവരുടെ കിബിലയാക്കി, അവരുടെ പ്രവാചകന്മാരെ പുകഴ്ത്തി, അവരുടെ വേദഗ്രന്ഥങ്ങളെ പുകഴ്ത്തി, അവരെ വേദക്കാരെന്ന് വിളിച്ച് അവരെ വീട്ടിൽ പോയി കല്യാണം കഴിക്കാനും അവരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനും പറഞ്ഞ് അവർക്ക് സ്വർഗം കിട്ടും, അവർക്ക് മോക്ഷം കിട്ടും, അവർ നല്ല മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞ് ആയത്തുകൾ ഇറക്കി അവരോട് പോയി ചോദിച്ചാൽ മതി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ന് വരെ മണ്ടത്തരം പറഞ്ഞ് അതേ അള്ളാഹുവിന് ഇപ്പം മദീനയിൽ വന്ന് ജൂതന്മാരെ അതിനൊന്നും കിട്ടൂല എന്ന് നല്ലോണം ബോധ്യപ്പെട്ടപ്പോൾ അള്ളാഹു നേരെ തകിടം മറിഞ്ഞിട്ട് ജൂതന്മാരെ ശപിക്കപ്പെട്ടവരാണെന്നും അവരെ ഞാൻ ശപിച്ചതുകൊണ്ട് അവരിനി വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇപ്പോൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹ്ക്ക് നേരത്തെ അതങ്ങ് പറഞ്ഞാൽ പോരെ. ഇനി 47-ാമത്തെ വാക്യം. يا
أيها الذين أوتوا الكتاب آمنوا بما نزلنا مصدقا لما معكم من قبل أن نطمس وجوها فنردها على أدبارها أو نلعنهم كما لعنا أصحاب السبت وكان أمر الله مفعولا. ഹേ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, നിങ്ങളുടെ പക്കലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. നാം ചില മുഖങ്ങൾ തുടച്ചു നീക്കിയിട്ട് അവയെ പിൻവശങ്ങളിലേക്ക് മാറ്റുന്നതിനു മുമ്പായി, അല്ലെങ്കിൽ ശബ്ബത്തിൻ്റെ ആൾക്കാരെ നാം ശപിച്ചതുപോലെ നിങ്ങളെയും ശപിക്കുന്നതിന് മുമ്പായി നിങ്ങൾ വിശ്വസിക്കുവിൻ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് ജൂതന്മാർക്കുള്ള അന്ത്യശാസനമാണ്. ജൂതന്മാരോട് പറയാണ്, മര്യാദക്ക് ഞാൻ പറയുന്നതനുസരിച്ച് എന്നിൽ വിശ്വസിച്ച് ഇങ്ങോട്ട് പോന്നോളിയും, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിപ്പെടുത്തും എന്ന് വളരെ കൃത്യമായിട്ട് ഭീഷണി മുഴക്കുന്നതാണ് ഈ വാക്യം. അപ്പോൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാനും അവരെ നാട് കടത്താനും അവരെ പരിപൂർണമായി നശിപ്പിക്കാനും കൊള്ളയടിക്കാനും ഒക്കെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മുഹമ്മദ് മദീനയിലെ ജൂതന്മാർക്ക് അന്ത്യശാസനം നൽകുന്നതാണ് ഈ വാക്യം. ഇവിടെ ശബ്ബത്തുകാർക്ക് അള്ളാഹു നൽകിയ ശിക്ഷ ഓർമ്മയില്ലേ എന്നൊക്കെ അവരോട് പറയുന്നത് എന്താണ് എന്ന് ബൈബിൾ കഥയനുസരിച്ച് നമുക്കറിയാം. ശബ്ബത്തിന് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ജൂതന്മാരുടെ വേദത്തിൽ പറയുന്നത്. അതനുസരിച്ച് ശനിയാഴ്ച അവർ യാതൊരു ജോലിയും ചെയ്യില്ല, ഒരു പണിക്കും പുറത്തു പോകാൻ പാടില്ല, വീട്ടിൽ ഭക്ഷണം പോലും ഉണ്ടാക്കില്ല, തലേന്ന് ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ കഴിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ജൂതന്മാരുടെ മുമ്പിൽ അള്ളാഹു പ്രലോഭനം കാണിച്ചുകൊണ്ട് അവരെ പരീക്ഷിച്ചു. മീൻ പിടിക്കാൻ പോയിരുന്ന ആളുകൾ മറ്റു ദിവസങ്ങളിലൊന്നും മീൻ പിടിക്കാൻ പോയാൽ മീൻ കിട്ടൂല, അവർ നിരാശരായി മടങ്ങും. പക്ഷേ ശനിയാഴ്ച നേരം വെളുത്തോ മീൻ ഇങ്ങനെ വന്ന് പൊളക്കാൻ തുടങ്ങും. ആ പ്രലോഭനം കണ്ടിട്ട് ചില ആൾക്കാർ പോയി മീൻ പിടിച്ചു. ആ മീൻ പിടിച്ചവരെ ഇവരുടെ പടച്ചോൻ കുരങ്ങന്മാരാക്കി എന്നാണ് ഖുർആനിൽ പറയുന്ന കഥ, ബൈബിളിൽ പറയുന്ന കഥ. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു നിങ്ങളെ കുരങ്ങന്മാരാക്കും. ഏത് മുഹമ്മദ് നബിയുടെ മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ മദീനയിലുള്ള ജൂതന്മാരെ അള്ളാഹു കുരങ്ങന്മാരാക്കും. ഇനി അള്ളാഹു അങ്ങനെ കുരങ്ങന്മാരാക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശരിയാക്കും. ഇതാണ് ഇതിൽ പറയുന്നത്. അള്ളാഹു കുരങ്ങന്മാരൊന്നും ആക്കിയിട്ടില്ല, അള്ളാഹു ആരെയും കുരങ്ങന്മാരാക്കിയിട്ടില്ല. പക്ഷേ മുഹമ്മദ് അവരെ കൊന്നു തള്ളുകയാണ് ചെയ്തത്, കൂട്ടക്കൊല ചെയ്യുകയാണ് ചെയ്തത്, കൊള്ളയടിക്കുകയാണ് ചെയ്തത്, നാട് കടത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ആയത്തിറക്കി പറയുകയാണ് ചെയ്തത്. ജൂതന്മാർക്കെതിരായിട്ടുള്ള ഈ പരദൂഷണം പറച്ചിൽ ഇനിയും തുടരുകയാണ്. അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.